ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ട ഈ ശ്രീ വിനായക എന്ന ബസ്സിലെ നമ്മളൊരു യാത്ര പോവുകയാണ്. ഒരു വൺ ഡേ ട്രിപ്പ്. ആദ്യം നമ്മൾ പോകുന്നത് മണ്ണാർശാല ക്ഷേത്രത്തിലേക്കാണ്. അതിനുശേഷം നമ്മൾ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും അത് കഴിഞ്ഞ് നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലേക്കും അവസാനം ആഴിമല ശിവക്ഷേത്രത്തിലെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലാണ്. ഏകദേശം ഒരു 6 മണിയോടുകൂടിയാണ് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയത്. വലിയ രീതിയിലുള്ള തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ മണ്ണാർശാല ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടാണ്. തിരുവനന്തപുരത്തെ പട്ടണം മുഴുവനായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോഴേ പത്മനാഭന്റെ മണ്ണിൽ വന്നു കേട്ടോ. ഏകദേശം ഒരു 12 മണിയോട് കൂടിയാണ് നമ്മളിവിടെ വന്നത്. അതുകൊണ്ട് നമുക്ക് ദർശനം കിട്ടിയില്ല. 12 മണിയായപ്പോഴും നട അടച്ചിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അടുത്ത നട തുറക്കുന്നത് വൈകുന്നേരം 4:30 മുതലാണ്. അതുവരെ നമ്മൾ അവിടെ നിന്നാലേ അടുത്ത 2 ക്ഷേത്രങ്ങളിൽ കൂടെ പോകാനുള്ളതുകൊണ്ടേ കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ടേ നമ്മൾ അവിടെ നിന്ന് മടങ്ങി. നട അടച്ചിരുന്നെങ്കിലേ അകത്തൊക്കെ കയറായിരുന്നു കേട്ടോ. ഞങ്ങൾ അകത്ത് കയറി കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ക്ഷേത്ര ദർശനത്തിന് ഉള്ളിൽ കയറുമ്പോഴേ സ്ത്രീകളാണെങ്കിൽ ചുരിദാറാണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു മുണ്ടുടുക്കണം, അല്ലാതെ കയറ്റി വിടില്ല. സാരി ആണെങ്കിൽ കുഴപ്പമില്ല. ആണുങ്ങൾക്ക് മുണ്ട് മാത്രം ഉടുത്തേ പ്രവേശനമുള്ളൂ. ഇപ്പോൾ നമ്മൾ വന്നത് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലാണ്. അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഈ കാണുന്നത്, വാഹന പാർക്കിംഗ് ഗ്രൗണ്ട്. ശിവരാത്രി ആയതിനാലേ നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ. സുഹൃത്തുക്കളെ, ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലാണ്. 111 അടി ഉയരമുള്ള ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് മൂലയ്ക്കാണ്. ഇത് വെറുമൊരു ശിവലിംഗം എന്നതിലുപരിയെ അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണി കഴിപ്പിച്ച ഒരു കെട്ടിടമാണ്. 7 നില കെട്ടിടത്തിന്റെ പൊക്കമുണ്ട് ഇതിന്. അതിന്റെ ഉള്ളിൽ കയറുന്നതിന് 200 രൂപ ഫീസ് ഉണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിൽ കയറിയാലേ പല പേരുകളിലായി ഒത്തിരി ശിവലിംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എത്തുമ്പോഴേ കൈലാസത്തിന്റെ ഒരു മാതൃക അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് സ്റ്റേജാണ് കേട്ടോ, അമ്പലത്തിലെ സ്റ്റേജാ. ശിവരാത്രി ആയതിനാൽ ഒരുപാട് കലാപരിപാടികളൊക്കെ ഈ സ്റ്റേജിലാണ് അരങ്ങേറുന്നത്.
ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത ക്ഷേത്രമായ ആഴിമലയിലേക്ക് പുറപ്പെട്ടു കേട്ടോ. അവിടെ വന്നപ്പോഴും അവിടെയും നല്ല തിരക്കായിരുന്നു. ഈ ആർച്ചിനുള്ളിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്, നടന്നു പോകണം. വലിയ വാഹനങ്ങളൊന്നും ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് വിടത്തില്ലേ, ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ തൽക്കാലം വിടുന്നുള്ളൂ. ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന റോഡാണിത് കേട്ടോ. കടല് കണ്ട കാണുന്ന കടല വേളി കാണുന്നത് കണ്ടേ. ഞങ്ങൾ ക്ഷേത്രത്തിന് മുന്നിൽ വന്നു കേട്ടോ. ഈ ക്ഷേത്രം കാണാനേ തമിഴ്നാട് ശൈലിയിൽ ഒരു നല്ല ശില്പകലയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ഈ ശിവപ്രതിമയാണ്. 18 മീറ്റർ ഉയരമുള്ള ഗംഗാധരേശ്വര സ്വരൂപത്തിലുള്ള ഒരു മനോഹരമായ ഭഗവാൻ പരമേശ്വരന്റെ ശില്പമാണിത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ കൂടിയാണിത്. ആ ശിവപ്രതിമയുടെ അടുത്തുനിന്ന് നോക്കുമ്പോഴേ കടലിലെ മനോഹരമായ കാഴ്ച കണ്ടോ. അതാണ് ആഴിമല ബീച്ചാണ് കാണുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിനടുത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോകുന്ന കപ്പലാണ് ആ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ 4 ക്ഷേത്രങ്ങളുടെയും കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്കാരം.